ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡ്യൂഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാട്സപ്പിൽ വരാൻ പോകുന്ന ഒരു പുതിയ ഫീച്ചറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ബീറ്റ ടെസ്റ്റേഴ്സിന് ഇത് ലൈവായി വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതിനെ മൊത്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇതെന്താണ് ഫീച്ചർ വെച്ചാൽ, നമ്മൾ പലരും ഫോട്ടോസ് ഒരിക്കൽ കാണാൻ വേണ്ടി മാത്രം അയക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ അയച്ചിട്ട് ഉടൻ തന്നെ കണ്ടോ നോക്കി നമ്മൾ ഡിലീറ്റ് ഫോർ എവിടെയും കൊടുക്കും. എന്നാൽ അങ്ങനെയൊന്നിൻ്റെ ആവശ്യമില്ല. വാട്സപ്പ് പുതിയ ഫീച്ചർ ഇറക്കാൻ പോകുന്ന ഫീച്ചറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൽ വ്യൂ വൺസ് എന്നാണ് ആ ഫീച്ചറിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഫോട്ടോ അയക്കുമ്പോൾ അതിലൊരു ഓപ്ഷൻ ഉണ്ട്, വൺ പറഞ്ഞിട്ട് ഒരു വട്ടമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. ആ വ്യൂ വൺസ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ നമ്മൾ അയക്കുന്ന ആൾ ഒരിക്കൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അത് കണ്ട ഉടനെ നമ്മൾ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് അടിച്ച ഉടനെ ഡിലീറ്റ് ആയി പോകും വാട്സപ്പിൽ നിന്ന്. പിന്നെ നമ്മൾ അയച്ച ആൾക്കത് കാണാൻ പിന്നീട് സാധിക്കില്ല. ഓൺലി വൺസ്, ഒരു പ്രാവശ്യമേ കാണാൻ സാധിക്കുള്ളൂ. അത് പുറത്തിറക്കിയിരിക്കുന്ന അപ്ഡേറ്റ് വാട്സപ്പിൻ്റെ ബീറ്റ അപ്ഡേറ്റ് നമ്പർ 2.21.14.3 എന്ന് പറയുന്നൊരു അപ്ഡേറ്റിലാണ് ഈ ഫീച്ചർ പുറത്തു വന്നിരിക്കുന്നത്. വാട്സപ്പിൻ്റെ ബീറ്റ അപ്ഡേറ്റ് ആണിത്. എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റേഴ്സിന്, മറ്റേ ആൻഡ്രോയിഡിലെ ആപ്പ് ടെസ്റ്റേഴ്സിന് ബീറ്റ ടെസ്റ്റേഴ്സ് ഇനേബിൾ ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സാധാരണ നോർമൽ യൂസേഴ്സിന് അത് റിസീവ് ചെയ്യാൻ പറ്റും എന്നാണ് വാട്സപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ അയക്കുന്ന ഫോട്ടോ ഒറ്റ പ്രാവശ്യം കണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ ബാക്ക് അടിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഫോട്ടോ ക്ലോസ് ചെയ്തതും അത് ഡിലീറ്റായി പോവും. അപ്പോൾ നമ്മൾ അയച്ച ആൾ അത് കണ്ടിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്കൊരു ഫോട്ടോ അയക്കുന്നു, ആ ഫോട്ടോ അയാൾ കാണുന്നു, അയാൾ കണ്ട ഉടനെ കണ്ടു കഴിഞ്ഞിട്ട് അയാൾ ബാക്ക് അടിക്കുന്നു, അപ്പോൾ ആ ഫോട്ടോ അയാളുടെ ഫോൺ ഡിലീറ്റായി പോകുന്നു. പക്ഷേ അയാൾ ആ ഫോട്ടോ ഓപ്പൺ ചെയ്ത നിമിഷം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അയാളത് കണ്ടിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ഇതിൽ കാണുന്ന കുറച്ച് ഫീച്ചേഴ്സും കൂടെയാണ് പറയുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഇമേജസ് എല്ലാം ഞാൻ സൈഡിൽ കൊടുക്കുക. അത് കിട്ടിയ പ്രൂഫ് ഞാൻ വെബ്സൈറ്റ് ചോദിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ പിൻ ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീന് ഡെലിവേർഡ് എല്ലാം കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിലെ റീഡ് റെസിപ്റ്റ് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളത് സെറ്റ് വ്യൂ വൺസ് വെച്ചാണ് നമ്മുടെ റെസിപ്പിയൻസിന് കാണാൻ സാധിക്കുമെന്ന് വാട്സപ്പ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഈ വാട്സപ്പിൽ ഒരു കാര്യം, നമ്മൾ ഈ അയക്കുന്ന ഫോട്ടോസ് ക്ലോസ് ചെയ്താൽ മാത്രമേ ഡിലീറ്റായി പോകുന്നുള്ളൂ. ബട്ട് ഇതിൽ ഒരു ഫീച്ചർ, ഈ ഫീച്ചറിൻ്റെ ചെറിയ ഒരു കോൺസ്, അതായത് ഒരു പ്രോബ്ലമാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അയക്കുന്ന ഫോട്ടോ അപ്പോൾ അയച്ച ആൾക്ക് ഡിലീറ്റായി പോകുമെന്ന് അറിയുന്ന ഒരാൾക്ക് അത് അയച്ചത് കണ്ട ഉടനെ തന്നെ അത് നമുക്കിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് സേവ് ചെയ്യാൻ പറ്റും. അത് ഒരു പ്രശ്നമാണ്. ഡിലീറ്റ് ചെയ്യാൻ വാട്സപ്പ് പുതിയ ഫീച്ചർ ഇറക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തൊരു ഫീച്ചർ, ആ ഫീച്ചർ ഇറക്കാൻ പോകുന്നുണ്ട്. ഇതുവരെ ബീറ്റ ടെസ്റ്റേഴ്സും അവൈലബിൾ ആയിട്ടില്ല. ബട്ട് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു ഫീച്ചർ, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തൊരു ഫീച്ചർ ഉടൻ തന്നെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വ്യൂ വൺസ് വെച്ച ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഫോട്ടോ അവരുടെ ഗാലറി സ്ക്രീൻഷോട്ടായി സേവ് ആകും, അത് ഡിലീറ്റായി പോവില്ല. നമ്മൾ അയച്ച ഫോട്ടോ മാത്രമേ ഡിലീറ്റായി പോവുള്ളൂ. അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതേപോലെ പേഴ്സൺസിന് മാത്രമല്ല ഗ്രൂപ്പിലേക്കും സെൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ ആരൊക്കെ ഓപ്പൺ ചെയ്തോ അവരുടെ ഫോണിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഡിലീറ്റായി പോകും. ആരൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മെസ്സേജിൻ്റെ ഇൻഫോയിൽ പോയിട്ട് കാണാൻ സാധിക്കും. അടുത്തത്, നമ്മൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവർക്കും കാണാൻ സാധിക്കും. നമ്മൾക്ക് മെസ്സേജ് അയക്കാൻ നമ്മളെ കോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഗ്രൂപ്പിൽ അയക്കുന്നത് അവർക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും, അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അടുത്തത്, ഇപ്പോൾ വേറൊരാളുടെ ഫോണിൽ ഈ വ്യൂ വൺസ് ഫീച്ചർ ഇനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ഫോട്ടോ അവർക്കും കാണാൻ പറ്റും. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഫോൺ ഡിലീറ്റായി പോകും. ഇങ്ങനെ ഒരു ഫീച്ചറാണ് വാട്സപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബീറ്റ ടെസ്റ്റേഴ്സിന്, ആൻഡ്രോയിഡ് ബീറ്റ ടെസ്റ്റേഴ്സിന് മാത്രമാണ് ഇപ്പോൾ ഈ ഫീച്ചർ അവൈലബിൾ ആയിരിക്കുന്നത്. iOS ഫീച്ചേഴ്സ് ബീറ്റ ടെസ്റ്ററിന് ഉടനടി തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അത് എങ്ങനെയാണ് അങ്ങനെ മെസ്സേജ് അയക്കുന്നത് എന്നൊരു ട്യൂട്ടോറിയൽ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ നേരെ മൊബൈലിൽ പോയിട്ട് നമ്മുടെ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തിട്ട് നമുക്ക് ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് എന്ന കോണ്ടാക്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത ശേഷം അതിൽ നമുക്ക് അറ്റാച്ചിൽ പോയിട്ട് ഗാലറിയിൽ പോയിട്ട് നമുക്ക് അയക്കേണ്ട ഒരു ഫോട്ടോ അറ്റാച്ചിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുക. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഈ സെൻഡ് മെസ്സേജ് എൻ്റെ സൈഡിൽ ഒരു 1 എഴുതിയിട്ട് അതിലൊരു വട്ടം പോലെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അത് ടാപ്പ് ചെയ്യുക.
ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവായ പോലെ ഒരു എടുത്ത് കാണിക്കും, വേറെ കളർ മാറിയിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വ്യൂ വൺസ് ഫീച്ചർ ആ ഫോട്ടോ ഇനേബിൾ ആണ്. അത് സെൻഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഫോട്ടോയിന് പകരം വ്യൂ വൺസ് ഇമേജ് വന്നിട്ട് ഒരു ടാഗോടെ ആയിരിക്കും അത് പോവുക. അപ്പോൾ ഇങ്ങനെ അയക്കുന്ന ഫോട്ടോസ് അത് കണ്ട ആൾക്ക് ഒറ്റ തവണയെ കാണാൻ പറ്റുള്ളൂ, പക്ഷേ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് വാട്സപ്പ് പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്ന ഫീച്ചർ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചോട്ടിൽ പോയി അതിലെ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ടാപ്പ് ചെയ്ത് വെച്ചാൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതായിരിക്കും. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ക്ലീനായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഈ ഫീച്ചർ ഉടനടി തന്നെ സാധാരണ നോർമൽ യൂസേഴ്സിന് ലഭ്യമാവുമെന്ന് വാട്സപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബീറ്റ ടെസ്റ്റേഴ്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ. ബൈ, സൈനിങ് ഓഫ്.